തരണേ പത്മനാഭ എന്ന് പറഞ്ഞ് അവസാനം എന്തായി? അദ്ദേഹത്തിന് സ്വർഗാരോഹണ ദിവസം രാവിലെ അമ്പലം തുറക്കണേറ്റ് മുമ്പേ മേശാന്തി വന്ന് അമ്പലം തുറക്കുമ്പോ പത്മനാഭന്റെ അമ്പലം ആ ശ്രീലകം തുറന്നിട്ട് നരസിംഹമൂർത്തിയുടെ തൊട്ടപ്പുറത്തുള്ളത് ആ നരസിംഹമൂർത്തിയുടെ ശ്രീലകം തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കടന്നതും ഇതാ രാജാവ് വരുന്നു. ഇന്നെന്താ രാജാവ് ഇത്ര നേരത്തെ? രാവിലത്തെ ഉഷപൂജയൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയുടെ മുമ്പേ വരാറുള്ളൂ. ഇന്നിപ്പോ എന്താ രാജാവ് നേരത്തെ? പരിവാരമൊന്നും ഇല്ലല്ലോ. ഓടി വരുന്നു. തന്നെ കണ്ടു നടിക്കാണ്ട് അങ്ങനെ സ്വാതിരുന്നാൽ മഹാരാജാവ് തുറക്കാത്ത ശ്രീലകത്തേക്ക് അവർ കയറിപ്പോയി. നരസിംഹമൂർത്തിയുടെ ആ ശ്രീലകത്തിലേക്ക് പത്മനാഭന ആ സ്വാതിരുന്നാൽ മഹാരാജാവ് കയറിപ്പോയി. ഇതൊക്കെ കണ്ടു നിൽക്കാമ ആ മേശാന്തി വേഗം മണി അടിച്ച് തുറന്നു കണ്ണീരൊഴുക്കിയിട്ട്. അപ്പോഴേക്കും ഇതാ പിന്നാലെ കേട്ടു സ്വാതിരുന്നാൽ മഹാരാജാവ് കഴിഞ്ഞു പറയുന്നു. അപ്പൊ നോക്കി നോക്കൂ, വിശ്വാസം ദൃഢമാക്കിയ അവസാനം നരസിംഹമൂർത്തി കൊണ്ടുപോയി. അദ്ദേഹം പാടിയതാ, അദ്ദേഹം പാടിയ പാട്ടാണ്. പാണ്ഡവേയൻ ഉദ്ധവൻ ആദികൾ എത്ര ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ അനുഭൂതിയിലേക്ക് എത്ര ആള് നടന്നു നീങ്ങി. എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകണല്ലേ? കൊണ്ടുപോകൂ വേഗമെന്നെ കൊണ്ടൽ വർണ്ണ ചണ്ഡലരിൽ മധുന്നും വണ്ടാക്കി മാറ്റൂ. ആ ഒരു കൊതി അത് എത്ര ഹൃദയത്തിൽ ദൃഢമായിട്ടുണ്ടാവും. സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ ആലോചിച്ച് നോക്കും. അങ്ങനെ കൊതി ദൃഢമായി ഭക്തി നിറഞ്ഞ് ഭഗവാൻ കൊണ്ടുവരാൻ വന്നു. ആരും അറിഞ്ഞില്ല. ഇതിലേക്ക് പോക്കുണ്ടല്ലോ, പോവാറായി. ഇനി 300 ശ്വാസാവും. ഇനി 100 ശ്വാസമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആയുർവേദം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അവസാനത്തെ ശ്വാസം വലിക്കുമ്പോ എണ്ണാനറിയും. ഇനി 10 ഉണ്ടാവുള്ളൂ. നിലത്തിറക്കി കിടത്താം എന്ന് പറയും. മരണം നിലത്തിൽ പുല്ല് വിരിച്ചോളൂ. അങ്ങനെ ഇനി സഹസ്രനാമം തുടങ്ങാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആ സഹസ്രനാമം കഴിയുമ്പോഴേക്കും ആത്മയോനി സ്വയം ജാതം എന്ന് പറയുമ്പോഴേക്കും ആ 3ാമത്തെ ശ്വാസം കൂടി അങ്ങോട്ട് വലിച്ച് പിന്നെ ശ്വാസം ചെയ്യാം. ആയുർവേദ പ്രകാരം കൃത്യമായിട്ട് ആ മരണത്തിന്റെ ശ്വാസമായിട്ട് കണക്കാക്കാൻ പറ്റും. എന്നാൽ അതൊക്കെ കൃഷ്ണാവതാര ലീലകളിലൂടെ നമുക്ക് ശാസ്ത്രമൊക്കെ അങ്ങനെ സകല ശാസ്ത്രത്തെയും വിട്ട് ആരും അറിയാണ്ട് കൊണ്ടുപോകും നമ്മളെ. അതാണ് നരസിംഹാവതാരം. ആ അനുഭൂതിയിലേക്ക് നമ്മളറിയാണ്ട് കൊണ്ടുപോയി എത്തിക്കുന്ന അത്യത്ഭുതമായ രൂപം അതാണ് ലോകായ ചാനുഗ്രഹം. ലോകത്തിനുള്ള നരസിംഹമൂർത്തി നമുക്ക് തരുന്ന അനുഗ്രഹം. നമ്മളറിയാണ്ട് നമ്മളെ ലോകമറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ വേദന അറിയാതെ മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കണില്ലേ? അതാണ് നരസിംഹാവതാര കഥ. നരസിംഹാവതാര കഥയാകുന്ന മുള്ളുകൊണ്ട് ഈ സംസാരമാകുന്ന നമ്മുടെ മുള്ള് അത് നമ്മളറിയാണ്ട് നമ്മളിൽ നിന്ന് അങ്ങെടുത്ത് കൊണ്ടുപോകും നരസിംഹമൂർത്തി. അതിനുവേണ്ടി അത്യത്ഭുതമായ ആ രൂപം ധ്യാനിക്കുക, അത്യത്ഭുതമായ പ്രഭാവം ധ്യാനിക്കുക. ആ പ്രഭാവം ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധശ്രുത്യ അന്തസ്ഫുടഗീത സർവമഹിമൻ. ഉത്തരതാപന്യ ഉപനിഷത്ത്, പൂർവതാപനി ഉപനിഷത്ത്, നൃസിംഹ ഷഡ്ചക്രോപനിഷത്ത് ഒക്കെ പറഞ്ഞിട്ട് ഉപനിഷത്തുകൾ പലതുണ്ട്. അതിൽ ഭട്ടതിരി പറയുന്ന ഈ താപന്യ ഉപനിഷത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതില് ഭഗവാന്റെ ദേ പറയാനുള്ളൂ. ഈ സാധാരണ വായിച്ച് രസിക്കാനുള്ള ലീലകളൊന്നും അല്ല ഇതിൽ പറയണത്. താപന്യ ഉപനിഷത്തില് ആ ഒരേ ഒരു ഭാവം നമുക്ക് വേറൊന്നും വേണ്ട നമുക്ക് തോന്നുന്നുണ്ടോ? അവിടെയാണ് നരസിംഹമൂർത്തി നമ്മളിനുള്ളിൽ അവതരിക്കേണ്ടതെന്നാണ്. ആ നരസിംഹമൂർത്തിയുടെ അവതാരവും വായിച്ചുമ്പോ അത് കഴിഞ്ഞിട്ടുള്ള നാരായണാഖില ഗുരോ എന്നൊരു വിളി